വരും ആഴ്ചയിൽ US പണപ്പെരുപ്പ് ഡാറ്റയടക്കമുള്ള പ്രധാന ഡാറ്റകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,442 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $2,430 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച US PPI, ബുധനാഴ്ച US CPI, വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, US റീറ്റെയിൽ സെയിൽസ് ആൻഡ് എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് സർവേ, വെള്ളിയാഴ്ച കൺസ്യൂമർ സെന്റിമെന്റ് ആൻഡ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് എന്നീ ഡാറ്റകളാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ. അതിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന US പണപ്പെരുപ്പ് ഡാറ്റ വിപണിക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 11/8/2024, പവന് 51,560, ഗ്രാമിന് 6,445. ഭിന്നിച്ചു നിൽക്കുന്ന KGSTA, സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് 51,440, ഗ്രാമിന് 6,430. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 40% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 62% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ 21% പേർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 60%, 17% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. US ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ വ്യാപന സാധ്യതയും സ്വർണ്ണ വിപണിയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേക്കാം. വൈകാതെ സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,500 മറികടക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.